ഒരുപാട് നേരമായിട്ട് നമ്മൾ കാത്തിരുന്ന ആ ഒരു ഫിസിക്കൽ അസോൾട്ട് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. മക്കളെ എന്ന് വിളിച്ച് റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് താടിയിലൊക്കെ പിടിച്ച് മേടിച്ച് കിട്ടിയതാണ് സിജോ എന്ന് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും. ബോഡിയിൽ തൊടരുത് എന്ന് വീണ്ടും സിജോ പറഞ്ഞിട്ടും റോക്കി പറഞ്ഞിട്ടും അത് സിജോ ചെയ്തു. അതൊരു തെറ്റ് തന്നെയാണ്. അത് ലൈവ് കണ്ടവർക്കറിയാം. ദേഹത്ത് തൊട്ടാൽ ഞാൻ അടിക്കും എന്ന് റോക്കി പറഞ്ഞതാണ്. അത് പുള്ളിയുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സിജോ ഒരു ഫെലോ കണ്ടസ്റ്റന്റിന് കൊടുക്കേണ്ട മര്യാദയും റെസ്പെക്റ്റും പോയിട്ട് ഒരു ക്യാപ്റ്റനായിട്ട് നിന്നുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പോലും കാണിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. റോക്കിയെ മാനസികമായി തകർത്ത് ആ ഒരു അടി മേടിച്ചതാണ് സിജോ. ഇത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ പോയിട്ട് നമ്മുടെ റോക്കിയുടെ ഒരു കരച്ചിലുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും റോക്കി അത്രയും മാനസികമായി എക്സോസ്റ്റഡ് ആയിട്ടാണ് ഇത്രയും ഒരു വമ്പൻ ലെവലിലേക്ക് ഈ ഒരു വഴക്ക് പോവുകയും റോക്കിക്ക് കൈ വെക്കേണ്ടതായിട്ടും വന്നത്. ദേഷ്യവും കുറ്റബോധവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു റോക്കിയുടെ ആ ഒരു നിലവിട്ട കരച്ചിലില്. എനിക്കത് കണ്ടപ്പോഴാണ് എന്റെ കയ്യിൽ നിന്നും പോയത്. ആർക്കും ആരുടെ ദേഹത്തും കൈവെക്കാനുള്ള ഒരു അവകാശവും അധികാരവും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ്. എനിക്ക് പോകണം, ബിഗ് ബോസ് എന്നെ വിടണമെന്ന് പറയുന്നുണ്ട് റോക്കി. കയ്യിൽ നിന്ന് പോയതാണ് പുള്ളിക്ക് ശരിക്കും. ഒരിക്കലും അങ്ങനെ ഒരു ഇന്റൻഷനുമായിട്ടല്ല റോക്കി അവിടെ വന്നത്. അത്രയ്ക്കും സ്ട്രോങ് ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്റെ ഫേവറേറ്റ് ആണ് എന്ന് നിരവധി വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിജോയും പുറത്താവണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു നിഷ്പക്ഷ പ്രേക്ഷകൻ എന്ന നിലയിലും എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഒന്ന്, പുള്ളിയുടെ മെഡിക്കൽ കണ്ടീഷൻ, പല്ല് പോയിട്ടുണ്ട്. രണ്ട്, മ്യൂച്വൽ ലൈൻ ഓഫ് റെസ്പെക്ട്, അത് സിജോയ്ക്ക് ഒട്ടും തന്നെ ഇല്ല. ഒരു ക്യാപ്റ്റൻ ആയിരിക്കാനുള്ള ഒരു യോഗ്യതയും സിജോയ്ക്കില്ല. ജിൻഡോയെ അന്ന് ബുള്ളി ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു രീതിയിലും അവിടെ നിൽക്കാനുള്ള ഒരു ക്വാളിറ്റി സിജോയ്ക്കില്ല. പ്രൊവോക്കിംഗ് അതിന് വിടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് റോക്കി ചെയ്തത് തെറ്റാണെങ്കിൽ അതേ അളവിൽ തന്നെ സിജോയുടെ ഭാഗത്തും തെറ്റുണ്ട്. അത് ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. റോക്കി അടിച്ചിട്ടുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ദേഹത്ത് തൊട്ടുള്ള പ്രൊവോക്കിംഗ് അത് സിജോ ചെയ്തു, അതും ഞാൻ കണ്ടതാണ്. രണ്ടുപേരും പുറത്താണ്. രണ്ടുപേരും നിയമലംഘനം തന്നെയാണ് നടത്തിയത്. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ സിജോയുടെ പല്ലിളകിയിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ റൂമിൽ ചെന്നപ്പോ അവിടുത്തെ ആള് പറഞ്ഞത്. അതും അതെന്ത് ലീഗലി എന്ത് രീതിയിലുള്ള ഒരു സംഭവമാണ് സിജോ മൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അത് പുറത്ത് അതൊരു വലിയ കുറ്റം തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.